എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സൈലം PSCയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫെബ്രുവരി 1-ന് പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിനെ പറ്റിയിട്ടാണ്. മത്സര പരീക്ഷകൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് കേന്ദ്ര ബഡ്ജറ്റ്. പലപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പല ചോദ്യങ്ങളും നമ്മുടെ മത്സര പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ PSC പരീക്ഷകൾക്ക് ഈ ഒരു ബഡ്ജറ്റ് എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 2024-25 ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് പ്രാധാന്യമുള്ളത്, നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ചോദ്യം നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ ഒരു ചോദ്യം നമ്മുടെ പ്രിലിംസ് 2022 +2 പ്രിലിംസിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത് എന്ത്? നമുക്ക് അറിയുന്ന ഒരു കാര്യം, ആർട്ടിക്കിൾ 112 അല്ലെങ്കിൽ അനുച്ഛേദം 112 എന്തിനെ പറ്റി പ്രസ്താവിക്കുന്നത്? ബഡ്ജറ്റിനെ പറ്റി പ്രസ്താവിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് ഓർത്തോളുക, ബഡ്ജറ്റ് എന്ന വാക്കിനെ പറ്റി ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല. പിന്നെ എന്താണ് ഭരണഘടനയിൽ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നാണ് ആർട്ടിക്കിൾ 112 പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ സി ബഡ്ജറ്റാണ്. അപ്പോൾ രണ്ടാമത് മറ്റൊരു ചോദ്യം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസിന് 2023 ചോദിച്ചൊരു ചോദ്യമാണ്. 2022-23 യൂണിയൻ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ വരുമാന ഇനം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് പരീക്ഷാ ഹാളിൽ കൺഫ്യൂഷൻ ഉണ്ടായൊരു ചോദ്യമാണ്. കാര്യം ഇതിൻ്റെ ഉത്തരം വരുന്നത് കടം വാങ്ങലും മറ്റ് ബാധ്യതകളും എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാവും, കടം വാങ്ങലും മറ്റ് ബാധ്യതകളും എങ്ങനെ വരുമാനമാകും അല്ലേ? അപ്പോൾ ഈ കടം വാങ്ങലും മറ്റ് ബാധ്യതകളിലൂടെയും നമുക്ക് പൈസ ഇങ്ങോട്ടാണ് വരിക. അതുകൊണ്ട് തന്നെ ഇത് ബഡ്ജറ്റിന്റെ റവന്യൂ സൈഡിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ പറയേണ്ടി വരും ഏറ്റവും വലിയ വരുമാന ഇനം എന്താണ്? കടം വാങ്ങലും മറ്റ് ബാധ്യതകളുമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അറിയണം, ഈ ഒരു 2024-25 ബഡ്ജറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയത് ഇവിടെ നിന്നാണ്. ഏറ്റവും കൂടുതൽ കിട്ടിയ നികുതി വരുമാനം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. അതുപോലെ മറ്റൊരു ചോദ്യം നോക്കുകയാണെങ്കിൽ ഇവിടെ 2023-24 ബഡ്ജറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ 2023-24 ഇന്ത്യൻ ബഡ്ജറ്റിൽ അമൃതകാൽ എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്കറിയാം 2023-24 ബഡ്ജറ്റിൽ 7 കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുത്തത്. അതിനെ നമ്മൾ വിളിച്ചത് സപ്തർഷികൾ എന്ന പേരിലാണ്. സപ്തർഷികൾ. അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഹരിത വളർച്ച എന്ന് പറയുന്നത് ആ സപ്തർഷികളിലുള്ളതാണ്. യുവശക്തി എന്ന് പറയുന്നത് അതിലുള്ളതാണ്. അടിസ്ഥാന വികസനവും നിക്ഷേപവും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഇല്ലാത്തത് ആരാണ്? വിവരാവകാശമാണ് ഇവിടെ എന്തായിട്ട് വരിക, ആൻസറായിട്ട് വരിക. അപ്പൊ നമുക്ക് മനസ്സിലായത് ബഡ്ജറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെയെങ്കിൽ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 2024-25 എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഡിസ്കഷന് ശേഷം നമുക്ക് ഈ ചോദ്യങ്ങളിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ബഡ്ജറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു ആർട്ടിക്കിൾ 112 ബഡ്ജറ്റിനെ പറ്റി പറയുന്നത്. അവിടെ പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നാണ്. ഇത് ആരാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാർഷിക ധനകാര്യ പ്രസ്താവന അവതരിപ്പിക്കുന്നത്. ഇപ്പൊ 2024-25 ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ് എന്നെന്ത് ചെയ്യാം, നമുക്ക് ഓർത്തിരിക്കാം. നിർമ്മല സീതാരാമൻ. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് ഫെബ്രുവരി 1-ന് അവതരിപ്പിച്ചു. നമ്മളിത് അവതരിപ്പിച്ചത് ഒരു ഇടക്കാല ബഡ്ജറ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ അറിയണം തീർച്ചയായിട്ടും എന്താണ് ഇടക്കാല ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇന്ററിം ബഡ്ജറ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് കൂടി എന്ത് ചെയ്യണം, നമ്മളിവിടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ഫെബ്രുവരി 1-ന് നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അടുത്ത മാർച്ച് 31 കഴിയുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് പോകും.
അപ്പോൾ അതുവരെയുള്ള ഗവൺമെന്റിന്റെ ചെലവുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, നമുക്കിവിടെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഒരു പോയിന്റ് കൂടി ഓർത്തു വയ്ക്കാം. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായിട്ട് നമ്മൾ ആചരിക്കാറുള്ളത്, സാമ്പത്തിക വർഷമായിട്ട് നമ്മൾ കണക്കാക്കാറുള്ളത്. പിന്നീട് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവാര് എന്നൊരു പോയിന്റ് കൂടി നമുക്കിവിടെ ഓർക്കാം. ആരാണ്? PC മഹലനോബിസ് ആണ്. അപ്പോൾ എൻ്റെ ചോദ്യം, എന്താണ് ഇന്ററിം ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇടക്കാല ബഡ്ജറ്റ്? അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ഇലക്ഷൻ എത്തി നിൽക്കുന്ന സമയത്ത് ഒരു പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് ഗവൺമെന്റിന് സമയം ഉണ്ടാകണം എന്നില്ല. അപ്പോൾ സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സമയമില്ലെങ്കിലോ പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയോ ചെയ്യുമ്പോൾ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റാണ് ഇടക്കാല ബഡ്ജറ്റ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് അടുത്ത ഇലക്ഷൻ ആകാറായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ഇടക്കാല ബഡ്ജറ്റ് എവിടെ അവതരിപ്പിച്ചത്? പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ശരിയാണ്. അപ്പോൾ ഇവിടെ പക്ഷേ ഒരു കാര്യം കൂടി ഓർക്കാം. ബഡ്ജറ്റ് എന്ന വാക്ക് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇടക്കാല ബഡ്ജറ്റിനെ പറ്റി ഒന്നും തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നില്ല എന്ന് കൂടി ഓർത്തിരിക്കുക. ഇത് നമുക്ക് ഒരു പാർലമെന്ററി കൺവെൻഷൻ മാത്രമാണ് എന്ത്, ഇടക്കാല ബഡ്ജറ്റ് എന്നെന്ത് ചെയ്യാം, ഇവിടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു പാർലമെന്റിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് നോക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചു, പാർലമെന്റില് ഇത് അവതരിപ്പിക്കുന്നത് ഫിനാൻസ് മിനിസ്റ്റർ ആണ്. പാർലമെന്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്? ലോകസഭയിലാണോ രാജ്യസഭയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോളുക, നമ്മുടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ഇപ്പൊ ലോകസഭയിൽ 2024-25 ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചു. അതിനുശേഷം സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഫുൾ ബഡ്ജറ്റ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുക, ഒരു പ്രൊസീജിയർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം അവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കും. ആ ഒരു ഡിസ്കഷന് ശേഷം ഇതിനെ പറ്റിയിട്ട് നമ്മുടെ ആ ഒരു ബഡ്ജറ്റിനെ പറ്റിയിട്ട് ഈ ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റികൾ എന്ത് ചെയ്യും, ഈ ബഡ്ജറ്റിനെ പറ്റി പഠിക്കും. ഓക്കെ, എന്തൊക്കെയാണ് അലോക്കേഷൻസ് ഉള്ളത്, എന്തിനാണ് കൂടുതൽ അലോക്കേഷൻ വന്നത്, അത് അത്രയും വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കമ്മിറ്റികൾ പഠിക്കും. ഇതിനിടയ്ക്ക് പ്രതിപക്ഷം എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷം ഇവിടെ ചില കട്ട് മോഷൻസ് കൊണ്ടുവരാറുണ്ട്. ഓക്കെ, ആ കട്ട് മോഷൻസ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് എക്കോണമിക് കട്ട്, അതുപോലെ ടോക്കൺ കട്ട്, പിന്നെ പോളിസി കട്ട്. ഇങ്ങനെയുള്ള കട്ട് മോഷൻസ് ആര് കൊണ്ടുവരാറുണ്ട്? ആ പ്രതിപക്ഷം കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ പാസ്സാകാറില്ല. കാര്യം എന്തായിരിക്കും? അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ അതിനർത്ഥം എന്ന് പറയുന്നത് എന്താണ്, ആ പാർലമെന്റിന് എന്താണ്, നമ്മുടെ ഭരിക്കുന്ന ഗവൺമെന്റിന് ഭൂരിപക്ഷമില്ല, ആ ഗവൺമെന്റ് താഴെ പോകും എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ കട്ട് മോഷൻസ് ഒന്നും പാസ്സാവാറില്ല. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യാറുണ്ട്, പിന്നീടാണ് വോട്ടിംഗ് നടക്കുക. വോട്ടിംഗ് ഫോർ ഡിമാൻഡ് ഫോർ ഗ്രാന്റ്, ഈ പൈസ കിട്ടാനുള്ള വോട്ടിംഗ് നടക്കും. അപ്പോൾ ഈ ഒരു വോട്ടിംഗ് നടക്കുമ്പോഴത്തേക്ക് ഈ ഒരു വോട്ടിംഗും കഴിഞ്ഞ് എന്ത് ചെയ്യും, ഇത് ലോക്സഭ പാസ്സായതിനു ശേഷം ഇതെന്ത് ചെയ്യും, രാജ്യസഭയിലേക്ക് പോകും. രാജ്യസഭയ്ക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, എങ്കിലും ഒരു 14 ദിവസം വരെ ഇത് ഡിലേ ചെയ്യാനായിട്ട് ആർക്ക് പറ്റും, രാജ്യസഭയ്ക്ക് പറ്റും. പിന്നീട് ഇത് പ്രസിഡന്റ് ഒപ്പുവെക്കുമ്പോഴാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആർക്ക്, നമ്മുടെ ഗവൺമെന്റിന് ഈ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. 3 രീതിയിലുള്ള ഫണ്ടാണ് ഉള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ, അതുപോലെ പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ. ഈ പൈസ നമ്മൾ വിഡ്രോ ചെയ്യുന്നത് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, അപ്പോൾ ഇത്രയും ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കില്ലേ? തീർച്ചയായിട്ടും സമയമെടുക്കും. ഈ ഒരു പ്രോസസ്സ് ഇത്രയും കഴിഞ്ഞ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ 75 ദിവസം വരെ വേണ്ടിവരും. അപ്പോൾ ഈ ഒരു സമയത്തെ ഗവൺമെന്റ് ചെലവുകൾ എങ്ങനെ നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോൺ അക്കൗണ്ടിലൂടെയാണ്. ആർട്ടിക്കിൾ 116 ഓട്ടോൺ അക്കൗണ്ട് എന്ന പ്രൊവിഷനെ പറ്റി പറയുന്നത്. അപ്പോൾ ഓട്ടോൺ അക്കൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ, എത്രയാണോ നമുക്ക് പൈസ വേണ്ടി വരുന്നത്, എത്രയാണോ നമ്മൾ ഈ ബില്ലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, ഗവൺമെന്റിന് വേണ്ടി വരുന്ന തുക എത്രയാണോ ആ തുകയുടെ ഒരു 1/6 എമൗണ്ട്
1/6 എമൗണ്ട് നമുക്ക് 2 മാസത്തെ ചെലവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 60 ദിവസത്തെ ചെലവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മുൻകൂറായിട്ട് നൽകാം. എങ്ങനെ? ഓട്ടോൺ അക്കൗണ്ട് എന്ന പ്രൊവിഷനിലൂടെ. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കണക്കാക്കി വരുന്ന പൈസ 6000 കോടി രൂപയാണെങ്കിൽ ഇതിന്റെ 1/6 എടുക്കുമ്പോൾ എത്ര? 1000 കോടി രൂപ മുന്നേ എന്ത് ചെയ്യാം, ഗവൺമെന്റിന് എടുക്കാം. ആ ഒരു പ്രൊവിഷനാണ് ഓട്ടോൺ അക്കൗണ്ട് എന്ന് പറയുക. പിന്നീട് അതിനകത്ത് അപ്രോപ്രിയേഷൻ ബില്ലും ഫിനാൻസ് ബില്ലും ഉണ്ട്. ആദ്യം അത് കഴിയുമ്പോൾ അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാവും, ബാക്കി ഫിനാൻസ് ബില്ലും പാസ്സാവുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത്രയും പ്രോസസ്സിന് സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒന്നുകിൽ ഓട്ടോൺ അക്കൗണ്ടിലൂടെയോ അല്ലെങ്കിൽ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടോ ആണ് ഗവൺമെന്റ് എന്ത് ചെയ്യാറുള്ളത്, ചെലവുകൾ മീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ 2024-25 ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്തായിട്ടാണ്? ഇടക്കാല ബഡ്ജറ്റ് ആയിട്ടാണ് അവതരിപ്പിച്ചത് എന്ന് നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ ഈ ഇടക്കാല ബഡ്ജറ്റിൽ 2024-25 ഇടക്കാല ബഡ്ജറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം, 2047 ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വികസിത രാജ്യമാകും എന്നാണ് നമ്മുടെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. 2047 ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറും. രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്, അല്ലെ? അവികസിതമായിട്ടുള്ള രാജ്യങ്ങളുണ്ട്, വികസിതമായിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. 2047 നമ്മൾ എന്തായിട്ട് മാറും? ഒരു വികസിത രാജ്യമായിട്ട് മാറും എന്നാണ് പറയുന്നത്. അവിടെ ഈ ഒരു ബഡ്ജറ്റിൽ നമ്മുടെ വിഷൻ എന്താണ് എന്ന് പറയുന്നു. എന്താണ് വിഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ദേ നോക്കിയേ, പ്രോസ്പെറസ് ഭാരത് ഇൻ ഹാർമണി വിത്ത് നേച്ചർ, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ എന്ന് പറയുമ്പോൾ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ എല്ലാവർക്കും അവസരവും പ്രകൃതിയുമായി ഇണങ്ങുന്ന ഒരു സമ്പന്നമായിട്ടുള്ള രാജ്യം, സമ്പന്നമായിട്ടുള്ള ഭാരതമായിരിക്കും നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്. 2047 ഒരു വികസിത രാജ്യമാകുമ്പോൾ ഈ ഒരു വിഷൻ നമ്മൾ നേടിയെടുക്കും. എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ബഡ്ജറ്റിൽ പറയുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ്. ഓക്കെ, എല്ലാവരോടുമൊപ്പം എല്ലാവരും എന്ത് ചെയ്യും, ഒരുപോലെ വികസിച്ചുകൊണ്ട് 2047 ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വികസിത രാജ്യമായിട്ട് മാറും. അത് എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ 4 ഫോക്കസ് ഏരിയകൾ പറയുന്നുണ്ട്. ഈ 4 ഫോക്കസ് ഏരിയകളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു വികസിത രാജ്യമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് അതിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ അറിയേണ്ട കുറച്ച് പോയിന്റുകൾ, എന്തൊക്കെയാണ് വരുമാനം ഇതുവരെ നമുക്ക് വന്നിട്ടുള്ളത്, ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ള ചെലവുകൾ എന്തൊക്കെയാണ്, പിന്നെ ഈ ഒരു ബഡ്ജറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇനി അങ്ങോട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്, ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള നികുതി വരുമാനം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഒരു പോയിന്റ് ഇവിടെ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PSC പരീക്ഷയ്ക്ക് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ബഡ്ജറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെയും വ്യത്യാസം ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ വരുമാനം നമുക്ക് കിട്ടിയിട്ടുള്ളത് എവിടെ നിന്ന് തന്നെയാണ്, കടം വാങ്ങലിലൂടെയും അതുപോലെ മറ്റ് ബാധ്യതകളിലൂടെയാണ്. അപ്പോൾ 2024-25 ബഡ്ജറ്റിലും നമ്മൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, കടം വാങ്ങലും മറ്റ് ബാധ്യതകളുമാണ്. ഇവിടെ നമുക്ക് 2023 ചെറിയൊരു വ്യത്യാസമുള്ളത്, 2023 നമുക്ക് ഈ കടം വാങ്ങലും മറ്റ് ബാധ്യതകളും 34% ആയിരുന്നെങ്കിൽ ഈ 2024-25 ആയപ്പോൾ അത് നമുക്ക് 28% കുറഞ്ഞു. 34 നിന്ന് 28 കുറഞ്ഞു. പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ കിട്ടുന്ന വരുമാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്, കടം വാങ്ങലും മറ്റ് ബാധ്യതകളും തന്നെയാണ്. പിന്നീട് 2ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ നമുക്ക് 2023 ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ പറ്റിയത് GST ആയിരുന്നു. എന്നാൽ ഇവിടെ വരുമാന നികുതി എന്ന് ഒരു 19% എന്ത് ചെയ്തു, ഒരു സ്ഥാനം GSTയേക്കാൾ എന്ത് ചെയ്തു, മുകളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2ാം സ്ഥാനം വരുന്നത് ആർക്കാണ്, വരുമാന നികുതിയാണ് എന്നെന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. ഇപ്പോൾ 2023 ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് GST എന്ന് പറയുന്നത് 17% ഉണ്ടായിരുന്നു, വരുമാന നികുതി എന്ന് പറയുന്നത് 15% ഉണ്ടായിരുന്നുള്ളൂ.
ഇപ്പോൾ 23 ബഡ്ജറ്റിൽ എന്തായിരുന്നു, നമുക്ക് കടം വാങ്ങലും മറ്റ് ബാധ്യതകളും കഴിഞ്ഞാൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരായിരുന്നു? GST ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഏറ്റവും കൂടുതൽ വന്ന വരുമാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടം വാങ്ങലും മറ്റ് ബാധ്യതകളും തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് കടം വാങ്ങലും മറ്റ് ബാധ്യതകളും എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഏറ്റവും കൂടുതൽ കിട്ടുന്ന നികുതി വരുമാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ എന്തായി? വരുമാന നികുതിയായി. നേരത്തെ അതെന്തായിരുന്നു? GST ആയിരുന്നു. GSTയേക്കാൾ ജസ്റ്റ് ഒന്ന് മാറിയിട്ട് വരുമാന നികുതി എന്ത് ചെയ്തിട്ടുണ്ട്? 1% കൂടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് ചോദിക്കാം GST കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GST കുറഞ്ഞിട്ടില്ല. 17% നിന്ന് 18% GST ഉയർന്നിട്ടേ ഉള്ളൂ. പക്ഷേ വരുമാന നികുതി എന്ന് പറയുന്നത് 15 നിന്ന് എത്രയായിട്ട് ഉയർന്നു? 19% ഉയർന്നത് കൊണ്ട് രണ്ടാം സ്ഥാനത്ത് ആര് വന്നു? വരുമാന നികുതി വന്നു. ഇവിടെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാം, എന്താണ് ഞാനിപ്പോൾ ചോദിച്ചതിൽ നികുതി വരുമാനമെന്നും വരുമാനമെന്നും പറഞ്ഞു. നമുക്കറിയാം ഗവൺമെന്റിന്റെ വരുമാനത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് നികുതി വരുമാനവും, രണ്ട് നികുതിയേതര വരുമാനവും. ശരിയാണ്. അതിൽ നികുതിയേതര വരുമാനമാണ് കടം വാങ്ങലും മറ്റ് ബാധ്യതകളും എന്ന് പറയുക. അപ്പോൾ ഏറ്റവും വലിയ വരുമാനം എന്തായിരുന്നു? കടം വാങ്ങലും മറ്റ് ബാധ്യതകളുമായിരുന്നു. ഈ ഏറ്റവും വലിയ നികുതി വരുമാനം 2024-25 ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അതെന്താണ്? വരുമാന നികുതിയാണ്, 19%. അതിന് തൊട്ട് താഴെ ആര് വന്നു? GST വന്നു. GST എന്ന് പറയുന്നത് 18%. ശരിയാണ്. പിന്നീട് അതിന് താഴെ എന്താണ്? നമുക്ക് കോർപ്പറേറ്റ് നികുതി വന്നു. കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത് 17%. കഴിഞ്ഞ തവണ ഇത് 15% 15-ൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? 2% ഉയർന്നിട്ടുണ്ട്. PSC പരീക്ഷയ്ക്ക് ഈ ഒരു ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1-2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു. ഏറ്റവും കൂടുതൽ കിട്ടുന്ന വരുമാനം കടം വാങ്ങലും മറ്റു ബാധ്യതകളും. ഏറ്റവും കൂടുതൽ കിട്ടിയ നികുതി വരുമാനം എന്തായിരുന്നു? വരുമാന നികുതിയായിരുന്നു, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആണ്. അതിന് തൊട്ട് താഴെ ആര് വന്നു? GST വന്നു. അതിന് താഴെ കോർപ്പറേറ്റ് നികുതി വന്നു. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി, കഴിഞ്ഞ തവണയും നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വന്നത് പലിശ അടവിലാണ്. അതുപോലെ തന്നെ ഇത്തവണയും നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഇവിടെ തന്നെയാണ്, പലിശ അടവ് തന്നെയാണ് എന്ന് ഓർത്തിരിക്കാം. കാര്യം കടം വാങ്ങലും മറ്റ് ബാധ്യതകളുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പലിശ എന്ത് ചെയ്യണം? അതിൻ്റെ പലിശ അടച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ ചെലവ് എന്ത് തന്നെയാണ്? പലിശ അടവ് തന്നെയാണ്. 2023-ലും എന്തായിരുന്നു? പലിശ അടവായിരുന്നു. ഇവിടെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കാം, പലിശ അടവ് പോലെ തന്നെ ഒരു കാര്യം കൂടി 20% വന്നിട്ടുണ്ട്. ഓക്കെ, നോക്കിയേ, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി വിഹിതവും നമുക്ക് എത്ര തന്നെയാണ്? 20% തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് പലിശ അടവും സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതവുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത്. അത് 20% എന്നെന്ത് ചെയ്യാം? ഓർത്തിരിക്കാം. ഏറ്റവും കൂടുതൽ കിട്ടിയ വരുമാനം ഏതായിരുന്നു? കടം വാങ്ങലും മറ്റു ബാധ്യതകളും. ഏറ്റവും കൂടുതൽ കിട്ടിയ നികുതി വരുമാനം ഏതായിരുന്നു? 2024-25 ബഡ്ജറ്റിൽ ആദായ നികുതി ആയിരുന്നു. ശരിയാണ്. GST അതിന് തൊട്ട് താഴെ വന്നു. പിന്നെ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഏറ്റവും കൂടിയ ചെലവ് ഏത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു, 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പലിശ അടവും, 2 സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതവും. ഓക്കെ, അപ്പോൾ നമുക്കത് PSC പരീക്ഷകളിൽ ഓപ്ഷനായിട്ട് വരാറുള്ളത് പ്രതിരോധം വരാറുണ്ട്, സബ്സിഡി വരാറുണ്ട്, പെൻഷൻ വരാറുണ്ട്, അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, പ്രതിരോധത്തിന് നമ്മൾ 8% മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ചെലവാക്കുന്നുള്ളൂ. ഓക്കെ, ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് പലിശ അടവിനും അതുപോലെ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതത്തിനും വേണ്ടിയിട്ടാണ്. പിന്നീട് അടുത്തൊരു കാര്യം, വലിയൊരു എമൗണ്ട് നമുക്ക് വരുന്നത് പിന്നീട് സെൻട്രൽ സെക്ടർ സ്കീമിനാണ്. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾക്ക് നമുക്ക് പദ്ധതികളെ നമ്മൾ പൊതുവെ 2ആയിട്ട് തരംതിരിക്കാറുണ്ട്. ഒന്ന് സെൻട്രൽ സെക്ടർ സ്കീമെന്നും 2 സെൻട്രൽ സ്പോൺസേഡ് സ്കീമെന്നും. സെൻട്രൽ സെക്ടർ സ്കീമും സെൻട്രൽ സ്പോൺസേഡ് സ്കീമും. സെക്ടർ സ്കീം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ സ്കീമിൻ്റെ മുഴുവൻ ചെലവും ആരാണ്? കേന്ദ്ര ഗവൺമെൻറ് ആണ് നോക്കുന്നതെങ്കിൽ അത് സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഇനി സ്പോൺസേഡ് സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം
അതിൻ്റെ ഒരു നിശ്ചിത വിഹിതം കേന്ദ്ര ഗവൺമെൻറ്റും നിശ്ചിത വിഹിതം ആരും നോക്കണം? സംസ്ഥാന ഗവൺമെൻറ് നോക്കണം. ഓക്കെ, അതാണ് സെൻട്രൽ സ്പോൺസേഡ് സ്കീം എന്ന് പറയുക. അപ്പോൾ ഇവിടെ സെൻട്രൽ സെക്ടർ സ്കീമിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്നത് 16%. അപ്പോൾ ഏറ്റവും കൂടുതൽ പലിശ അടവും പിന്നെ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതവുമാണ്. തൊട്ട് താഴെ നിൽക്കുന്നത് സെൻട്രൽ സെക്ടർ സ്കീമാണ് എന്ന് ഓർത്തിരിക്കാം. പ്രതിരോധത്തിനൊക്കെ നമ്മൾ 8% മാത്രമേ നമ്മൾ ചെലവാക്കുന്നുള്ളൂ. സബ്സിഡി ആണെങ്കിൽ 6%, പെൻഷൻ ആണെങ്കിൽ 6%, ഇങ്ങനെ ചെറിയ എമൗണ്ട് മാത്രമേ ചെലവാക്കുന്നുള്ളൂ. ക്ലിയർ ആണ്? അപ്പോൾ നമ്മൾ പഠിച്ചത് നമ്മുടെ 2024-25 ബഡ്ജറ്റിലെ വരുമാനം എന്തൊക്കെയാണ്, ചെലവുകൾ എന്തൊക്കെയാണ്, ഏതാണ് കൂടുതൽ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു മിനിസ്ട്രിയുടെ അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ മന്ത്രാലയങ്ങൾക്കും ഓരോ മിനിസ്ട്രികൾക്കും നമ്മൾ എത്ര എമൗണ്ട് വെച്ചാണ് കൊടുക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെലവാക്കുന്നത് ഏത് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അവിടെ പക്ഷേ ഓർത്തോളുക, അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രതിരോധത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രതിരോധത്തിനാണ്, ഈ മിനിസ്ട്രിക്കാണ്, ഡിഫൻസ് മിനിസ്ട്രിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത്. മന്ത്രാലയങ്ങളിൽ, മിനിസ്ട്രികളിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ്. 6.2%. ആ ഒരു വ്യത്യാസം മനസ്സിലായി. ഏറ്റവും കൂടുതൽ കിട്ടിയ വരുമാനം ഏതാ? കടം വാങ്ങലും മറ്റു ബാധ്യതകളും. 2024-25 ഏറ്റവും കൂടുതൽ ചെലവായത് എവിടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ചെലവ് വന്നത് എവിടെയാ? ചെലവ് വരുന്നത് നമുക്ക് പലിശ തിരിച്ചടവിലും അതുപോലെ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതവുമാണ്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേ? ഏറ്റവും കൂടുതൽ തുക വകയിരുത്തുന്നത് ഏത് മന്ത്രാലയത്തിനാണ്, ഏത് മിനിസ്ട്രിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രികളുടെ കാര്യം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തുന്നത് ആർക്കാണ്? പ്രതിരോധത്തിനാണ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസിനാണ്. ക്ലിയറായി? അത് തമ്മിൽ തിരിഞ്ഞു പോകില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2047 കൂടി നമ്മൾ ഒരു വികസിത രാജ്യമാകും എന്നാണ് നമ്മുടെ ബഡ്ജറ്റിൽ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് 2047 എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവാം. നമ്മൾ 2022 നമ്മൾ അമൃതകാലായിട്ട് എന്ത് ചെയ്തു? ആചരിച്ചു എന്ന് നമ്മൾ കണ്ടു. എന്താണ് അമൃതകാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 75 വർഷം കഴിഞ്ഞുള്ള വർഷമാണ് അമൃതകാലം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമുക്ക് അത് കഴിഞ്ഞ് 75 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 1947 + 75 എത്ര? 2022. 2022 നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അമൃതകാലായിട്ട് ആഘോഷിക്കുന്നു. പിന്നീട് 100 വർഷം കഴിയുമ്പോൾ, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞുള്ള 100 വർഷം കഴിയുമ്പോഴത്തേക്ക് 100 വർഷം ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പിന്നെയും ഒരു 25 കൂടി കൂട്ടണം. ശരിയാണ്? അപ്പോൾ അങ്ങനെയെങ്കിൽ എന്ത് ചെയ്തു? 2047 നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു വികസിത രാജ്യമായിട്ട് ഇന്ത്യ മാറും. അതുവരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ അമൃതകാലമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു അമൃതകാലത്തിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോക്കസ് ഏരിയകൾ എന്താണ്? ഈ 2024-25 ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4 എണ്ണമാണ്. ഓക്കെ, 2024-25 ബഡ്ജറ്റിലെ ഫോക്കസ് ഏരിയകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4 എണ്ണമാണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. 1, ഗരീബ് കല്യാൺ ദേശ് കാ കല്യാൺ. എന്താണ്? ഗരീബ് കല്യാൺ ദേശ് കാ കല്യാൺ. ഇതെന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവരെ കൂടി എന്ത് ചെയ്യണം? പുരോഗതിയിലേക്ക് എത്തിക്കണം. ഗരീബ് എന്ന് വെച്ചാൽ പാവപ്പെട്ടവർ എന്നാണ്. അപ്പോൾ പാവപ്പെട്ടവരെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് പുരോഗതിയിലേക്ക് എത്തിക്കണം. അതാണ് രാജ്യത്തിൻ്റെ പുരോഗതി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗരീബ്, പാവപ്പെട്ടവരുടെ പുരോഗതിയാണ് രാജ്യത്തിൻ്റെയും പുരോഗതി. അപ്പോൾ ഗരീബ് കല്യാൺ ദേശ് കാ കല്യാൺ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ. 2 എംപവറിംഗ് ദ യൂത്ത് അല്ലെങ്കിൽ യുവശക്തി. 3 വെൽഫെയർ ഓഫ് ഫാർമേഴ്സ് അല്ലെങ്കിൽ അന്നദാത. 4 നാരീശക്തി. ഇവിടെ ഈ 4 ഫോക്കസ് ഏരിയകളാണ് 2024-25 ബഡ്ജറ്റിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഡിസ്പാരിറ്റി വളരെ കൂടുതലാണ്, അല്ലേ?
അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചവത്സര പദ്ധതികളിൽ പോലും നമ്മൾ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്ന ആശയമൊക്കെ കൊണ്ടുവന്നിരുന്നു. 11ാം പഞ്ചവത്സര പദ്ധതിയിൽ മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം, അല്ലെ? എല്ലാവരെയും രാജ്യം വളരുന്നതിനനുസരിച്ചിട്ട് എല്ലാ ജനങ്ങളും ഒരുപോലെ വളരുക. സെയിം അതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? എന്താണ് പറയുന്നത്? ഗരീബ് കല്യാൺ ദേശ് കാ കല്യാൺ എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവരെ കൂടി ഉന്നമനത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ രാജ്യം പുരോഗതിയിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പാവപ്പെട്ടവരുടെ ഉന്നമനം, അല്ലെങ്കിൽ ഗരീബ് കല്യാൺ ദേശ് കാ കല്യാൺ, പാവപ്പെട്ടവരുടെ ഉന്നമനം. 2, യുവശാക്തീകരണം. എന്താണ് യുവശാക്തീകരണം? എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയുടെ ഒരു ജനസംഖ്യ നോക്കുകയാണെങ്കിൽ, ഒരു ജനസംഖ്യയുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് വർക്കിംഗ് പോപ്പുലേഷനാണ്, അല്ലെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് വർക്കിംഗ് പോപ്പുലേഷനാണ്. എന്ന് വെച്ചാൽ എന്താണ് വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന പ്രായം എന്ന് പറയുമ്പോഴത്തേക്ക് 18 വയസ്സ് വരെ പഠിക്കുന്ന പ്രായമാണ്. 18 വയസ്സ് കഴിയുമ്പോൾ എന്ത് ചെയ്യാം? 18 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളാണ് ഇന്ത്യയിൽ കൂടുതൽ. ഓക്കെ, 18 വയസ്സിന് താഴെയുള്ളവർ, 18 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ളവർ, 60 വയസ്സിന് മുകളിലുള്ളവർ. ഇതിൽ വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 18 വയസ്സിന് മുകളിലുള്ള 60 വയസ്സിന് താഴെയുള്ളവരാണ്. അപ്പോൾ ഈ ഒരു പോപ്പുലേഷനിൽ ഇന്ത്യൻ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ വർക്കിംഗ് പോപ്പുലേഷനാണ്. മറ്റ് രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. വൃദ്ധരുടെ എണ്ണമായിരിക്കാം, 60 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണമായിരിക്കാം ചില രാജ്യങ്ങളിൽ കൂടുതൽ. ചില രാജ്യങ്ങളിൽ കുട്ടികളുടെ എണ്ണമാണ്, 18 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണമാണ് കൂടുതൽ. അപ്പോൾ ഇന്ത്യയിൽ ജനസംഖ്യ കൂടുതലാണെങ്കിലും വർക്കിംഗ് പോപ്പുലേഷൻ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ എവർക്കെല്ലാവർക്കും ഇത്രയധികം ജനസംഖ്യയുള്ള രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വർക്കിംഗ് പോപ്പുലേഷൻ ആണെന്നിരിക്കെ ഇവരെല്ലാവരും സ്കിൽഡ് ലേബേഴ്സ് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവർക്കെല്ലാവർക്കും ജോലി കിട്ടുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അവരുടെ പർച്ചേസിങ് പവർ കൂടും. ശരിയാണ്, അവർ സാധനങ്ങൾ മേടിക്കും. അവർ സാധനങ്ങൾ മേടിക്കുന്നതനുസരിച്ച് കമ്പനികൾ ഉൽപ്പാദനം കൂട്ടണം. അങ്ങനെയെങ്കിൽ രാജ്യത്തിന്റെ GDP കൂടും. ശരിയല്ലേ? അപ്പോൾ യുവശക്തി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. നമുക്ക് പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ പഠിച്ചു. 7ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞ പദ്ധതി കൂടിയാണ്. ശരിയാണ്, ഇത് തന്നെയാണ് കാര്യം, അല്ലെ? പിന്നീട് 8ാം പഞ്ചവത്സര പദ്ധതി മാനുഷിക വികസനത്തിന് പ്രാധാന്യം കൊടുത്തതും ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ 2024-25 ബഡ്ജറ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നു? യുവശാക്തീകരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അതിലൂടെ എന്ത് ചെയ്യും? രാജ്യം വളർച്ചയിലേക്ക് വരും. കിട്ടുന്നുണ്ട്. അടുത്തത് 3ാമത്തത് വെൽഫെയർ ഓഫ് ഫാർമേഴ്സ്, അല്ലെങ്കിൽ അന്നദാത എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഫാർമേഴ്സാണ് ഫാർമേഴ്സ് അല്ലെങ്കിൽ കർഷകരാണ് നമ്മുടെ അന്നദാതാക്കൾ എന്ന് പറയുന്നത്, അല്ലെ? അതുപോലെ ഗാന്ധിജി പറഞ്ഞ ആശയം തന്നെ ഗ്രാമങ്ങൾ വികസിക്കുക, അതുപോലെ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുക എന്നൊക്കെയാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് കർഷകരുടെ വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് രാജ്യത്തിന്റെ വളർച്ചയെ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കും. എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. ഇപ്പോഴും 50% ആളുകൾ ജോലി ചെയ്യുന്നത് കാർഷിക മേഖലയിലാണ്. അങ്ങനെയെങ്കിൽ അത്രയും പേർക്ക് ഉന്നമനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്ന് പറയുന്നത് രാജ്യത്തിന് ഉന്നമനം ഉണ്ടാകുന്നു എന്നല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫാർമേഴ്സിന്റെ അല്ലെങ്കിൽ അന്നദാതാക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഓരോ കാര്യങ്ങൾ കൊണ്ടുവരും. ഓക്കെ, ലാസ്റ്റ് അവസാനത്തത് 4ാമത്തെ പോയിന്റ് തീർച്ചയായിട്ടും നാരീശക്തി എന്നുള്ളതാണ്. നാരീശക്തി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും വിമൺ എംപവർമെന്റ്. എന്തിന് വിമൺ എംപവർമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ മൾട്ടി ഡയമെൻഷനലി പൂറായിട്ടുള്ള ആളുകളുടെ എണ്ണം സ്ത്രീകളിൽ കൂടുതലാണ്. ഇടയ്ക്കൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നത് 3 സ്ത്രീകളെ എടുക്കുമ്പോൾ അതിലൊരാൾ മൾട്ടി ഡയമെൻഷനലി പൂറാണെന്നാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ കുട്ടികളെ ബാധിക്കും. കുട്ടികളാണ് ഒരു രാജ്യത്തിന്റെ ഭാവി എന്ന് പറയുക. ശരിയാണ്, അപ്പോൾ അതങ്ങനെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ നാരീശക്തി അല്ലെങ്കിൽ വിമൺ എംപവർമെന്റിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് 4ാമത്തെ ഫോക്കസ് ഏരിയ. അപ്പോൾ പഠിച്ചത് 4 ഫോക്കസ് ഏരിയകളാണ് 2024-25 ബഡ്ജറ്റിലുള്ളത്. ഏതൊക്കെയും ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഗരീബ് കല്യാൺ ദേശ് കാ കല്യാൺ എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവരുടെ ഉന്നമനം. 2 എന്ന് പറയുന്നത് യുവശക്തി അല്ലെങ്കിൽ എംപവറിംഗ് ദ യൂത്ത്. 3, വെൽഫെയർ ഓഫ് ഫാർമേഴ്സ് അല്ലെങ്കിൽ അന്നദാത. 4, നാരീശക്തി.
നാരീശക്തി അല്ലെങ്കിൽ വിമൺ എംപവർമെന്റ്. ഓക്കെ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇത് ഓരോന്നും എന്താണ് എന്നുകൂടി എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫോക്കസ് ഏരിയ പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഗരീബ് കല്യാൺ ദേശ് കാ കല്യാൺ എന്നാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ നേരത്തെ ഒരു ഇൻഡെക്സിന്റെ കാര്യം പറഞ്ഞു, മൾട്ടി ഡയമെൻഷനലി പൂവർ. മൾട്ടി ഡയമെൻഷനലി പൂവറായിരുന്ന ആളുകളുടെ എണ്ണം 2005 2006 55.3% ഉണ്ടായിരുന്നു. അത്രയും കൂടുതലായിരുന്നു. പക്ഷേ നമുക്ക് 2022-23 വരെ എത്തിയപ്പോൾ അതുവരെയുള്ള റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എണ്ണം കണ്ടിന്യൂസ്ലി കുറഞ്ഞ് വന്നിട്ട് 55 നിന്ന് എത്രയാക്കാനായിട്ട് നമുക്ക് സാധിച്ചു? 11.3% ആക്കാനായിട്ട് സാധിച്ചു. 55% നിന്ന് അത്രയും കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പിന്നീട് അത് എങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്ക് 1-2 പദ്ധതികളുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഈ പദ്ധതികൾ എന്താണ് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ഒന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. നേരിട്ട് ആരാണോ ബെനിഫിഷ്യറി അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് 2.7 ലക്ഷം കോടി രൂപയോളം എന്ത് ചെയ്തു, എത്തിച്ചു എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് PM സ്വാനിധി. എന്താണ് PM സ്വാനിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ തെരുവോര കച്ചവടക്കാർ അല്ലെ, തെരുവോരത്തുള്ള കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് PM സ്വാനിധി. ആർക്കാണ്? തെരുവോര കച്ചവടക്കാർ. തെരുവോരത്തുള്ള കച്ചവടക്കാർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്ന പദ്ധതിയാണ് ഏത്? PM സ്വാനിധി. അങ്ങനെ PM സ്വാനിധിയിലൂടെയും അതുപോലെ എന്ത് ചെയ്തു, മൾട്ടി ഡയമെൻഷനിലുള്ള അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ സാധിച്ചു. അങ്ങനെ പൂറായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എന്ത് ചെയ്തു, കുറയ്ക്കാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫോക്കസ് ഏരിയയിൽ ഈ PM സ്വാനിധി എന്ത് ചെയ്യാം, ഒന്ന് ഓർത്തിരിക്കാം. രണ്ടാമത്തെ ഒരു പോയിന്റ് എംപവറിംഗ് ദ യൂത്ത് എന്നാണ്. എംപവറിംഗ് ദ യൂത്തിൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് PM ശ്രീ ആണ്. PM ശ്രീയുടെ ബഡ്ജറ്റ് അലോക്കേഷൻ കൂട്ടിയെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് PM ശ്രീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് തന്നെ നമ്മൾ എന്താണ് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള അർത്ഥത്തിൽ പാഠ്യപദ്ധതികളിൽ എന്ത് ചെയ്തു, ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അതിനു വേണ്ടിയിട്ടുള്ള അലോക്കേഷൻ കൂട്ടി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ PM ശ്രീ എന്ന് പറയുന്നത് എന്താണെന്ന് ഓർത്തിരിക്കാം. അവിടെ എന്താണ്, വിദ്യാഭ്യാസ മേഖലയിൽ പാഠ്യപദ്ധതിയിൽ സ്കിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക, PM ശ്രീ എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോക്കസ് ഏരിയകളിൽ ഒന്ന് നമ്മൾ എന്താണ് ഗരീബ് കല്യാണിൽ പറഞ്ഞു, അതുപോലെ എംപവറിംഗ് ദ യൂത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പദ്ധതി കൂടി പറഞ്ഞു, എന്താണ് PM ശ്രീ. പിന്നെ അതുപോലെ തന്നെ മുദ്രാ യോജനയിലൂടെ എന്ത് ചെയ്തു, ഒരുപാട് തുക വകയിരുത്തി എന്നാണ് പറയുന്നത്. 43 കോടി രൂപ എന്ത് ചെയ്തു, മുദ്രാ യോജനയിൽ വകയിരുത്തി. ഈ നമ്പേഴ്സ് ഒന്നും നമുക്ക് വേണ്ട, എന്താണ് PM മുദ്രാ യോജന, എന്താണ് PM ശ്രീ എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ PM മുദ്രാ യോജന എന്താണ് എന്ന് നമുക്കറിയാം അല്ലെ. എന്താണ്, സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം കൊടുക്കുന്ന അല്ലെങ്കിൽ ലോണുകൾ കൊടുക്കുന്നതാണ് എന്ന് പറയുക, മുദ്രാ യോജന എന്ന് പറയുക. മുദ്രാ യോജനയിൽ 3 തരത്തിലുള്ള ലോണുകളാണ് കൊടുക്കുന്നത് എന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ്? 1 ശിശു, 2 കിഷോർ, 3 തരുൺ. ശിശു, കിഷോർ, തരുൺ എന്നിങ്ങനെ 3 വിഭാഗത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക. ശിശു എന്ന് പറയുന്നത് 50,000 രൂപയ്ക്ക് താഴെയുള്ള ലോണുകളാണ് ശിശു വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക. 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള ലോണുകളാണ് എന്തിൽ വരിക, കിഷോറിൽ വരിക. തരുൺ വിഭാഗത്തിൽ വരുന്നത് 5 ലക്ഷം രൂപയ്ക്കും 10 ലക്ഷം രൂപയ്ക്കും ഇടയ്ക്കുള്ള ലോണുകളാണ് ഏതിൽ വരിക, തരുൺ വിഭാഗത്തിൽ വരിക എന്നുകൂടി എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. ഓക്കെ. ഇപ്പോൾ ഫോക്കസ് ഏരിയകൾ നമ്മൾ 4 പറഞ്ഞു. ഒന്നാമത്തത് എന്തായിരുന്നു, ആ പാവപ്പെട്ടവരുടെ ഉന്നമനം, ഗരീബ് കല്യാൺ ദേശ് കാ കല്യാൺ. രണ്ടാമത് നമ്മൾ പറഞ്ഞു വെച്ചത് എന്തായിരുന്നു, ആ യുവശക്തി അല്ലെങ്കിൽ എംപവറിംഗ് ദ യൂത്തിനെ എങ്ങനെയാണ് നമ്മൾ എംപവർ ചെയ്യുക. 1 PM ശ്രീയുടെ കാര്യം പറഞ്ഞു, 2 മുദ്രാ ലോണിന്റെ കാര്യം നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു വെച്ചു. മൂന്നാമത്തെ ഒരു പോയിന്റ് ഫോക്കസ് ഏരിയ ആയിട്ട് നമ്മൾ പറയുന്നത് 1 അന്നദാതയാണ്.
ഫാർമേഴ്സിന് വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പദ്ധതികൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഓർത്തിരിക്കാം. ഒന്ന് PM കിസാൻ. എന്താണ് PM കിസാൻ എന്നറിയാം. അതൊരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ്. കർഷകരായിട്ടുള്ള ആളുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, 2000 രൂപ അക്കൗണ്ടിലേക്ക് വന്നു എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ PM കിസാൻ. അതുപോലെ PM ഫസൽ ബീമ യോജന. എന്താണ്, കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് കൊടുക്കുക. പ്രകൃതിക്ഷോഭം മൂലമോ അല്ലാതെയോ ഒക്കെ എന്ത് ചെയ്യാണ്, കാർഷിക വിളകൾ നശിച്ചു പോവുകയാണെങ്കിൽ അതിന് ഇൻഷുറൻസ് കൊടുക്കുന്ന പദ്ധതിയാണ് ഏത്, PM ഫസൽ ബീമ യോജന. അപ്പോൾ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാമെന്നാണ്, നമുക്ക് കർഷകരെ കൂടി ഉന്നമനത്തിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. പിന്നെ ഡബിളിംഗ് ഫാർമേഴ്സ് ഇൻകം എന്നുള്ള കോൺസെപ്റ്റൊക്കെ നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ നമ്മൾ എന്താണ് കേട്ടതാണ്. പിന്നെ അതുപോലെ നമ്മുടെ അടുത്തൊരു ഫോക്കസ് ഏരിയ ആണ് നാരീശക്തി അല്ലെ. നാരീശക്തിയിൽ നമ്മൾ ഈ പറഞ്ഞ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, വളർത്തിക്കൊണ്ട് വന്നു എന്നാണ് പറയുന്നത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീ ശക്തി പോലെയുള്ള, കുടുംബശ്രീ പോലെയുള്ള ഗ്രൂപ്പുകൾ. ഓക്കെ. പിന്നീട് അതുപോലെ ഇവിടെ മറ്റൊരു കാര്യം പറയുന്നു, സ്റ്റെം കോഴ്സ്. നമ്മുടെ കൂടുതൽ വനിതകൾ സ്റ്റെം കോഴ്സുകളിലേക്ക് എൻറോളായി എന്നുള്ളതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ സ്റ്റെം കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് ഇങ്ങനെയുള്ള വിഭാഗത്തിലും എന്ത് ചെയ്തു, കൂടുതൽ കുട്ടികൾ അല്ലെ, പെൺകുട്ടികൾ എന്ത് ചെയ്തു, കൂടുതൽ എന്ത് ചെയ്തു, ഇതിലേക്ക് വന്നു, ഈ ഒരു കോഴ്സിലേക്ക് വന്നു. ഇതൊക്കെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നുണ്ട്, ഒരു വിമൺ എംപവർമെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്കാക്കുന്നു. ഓക്കെ. പിന്നെ നോക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്ന അടുത്തൊരു കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു 2047 ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികസിത രാജ്യമാകും. നമ്മൾ ഈ അമൃതകാലിൽ ഈ 2047 എങ്ങനെ ഇന്ത്യ വികസിത രാജ്യമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കുറച്ച് സ്ട്രാറ്റജികൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. ആ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടി നോക്കി വെച്ചേക്കണം. ഒന്ന്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം. സുസ്ഥിര വികസനത്തിലൂടെ 2047 ആകുമ്പോഴേക്കും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്ഡ് രാജ്യമാകും എന്നാണ് പറയുന്നത്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് നമുക്കറിയാം. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇൻഡസ്ട്രി വികസിക്കുന്നു അല്ലെ, ഒരു രാജ്യത്തിന്റെ വ്യവസായം വികസിക്കണം, ഒരു രാജ്യം വളരണമെങ്കിൽ. ശരിയാണ്, അവിടുത്തെ പ്രാഥമിക മേഖല വളരണം, സേവന മേഖല വളരണം. അതുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ് വ്യവസായ മേഖല എന്ന് പറയുക. വ്യവസായ മേഖല വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യും, കാർബൺ എമിഷൻ ഉണ്ടാവും. ശരിയാണ്, കാർബൺ എമിഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കാർബൺ എമിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എൻവയോൺമെന്റിനെ സാരമായിട്ട് ബാധിക്കും. അതുപോലെ ഓരോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, വിഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ വിഭവങ്ങൾ തീർന്നു പോകാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെ വരും തലമുറയ്ക്ക് കൂടി വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ വിഭവങ്ങൾ നമ്മൾ മാറ്റിവെക്കും. നമ്മൾ ഇൻഡസ്ട്രി വളരുമ്പോൾ നമ്മൾ ഈ വിഭവങ്ങൾ തീർക്കില്ല. അതുപോലെ തന്നെ എൻവയോൺമെന്റിനെ എന്ത് ചെയ്യുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ വരാതെയുള്ള വളർച്ചയാണ് നമ്മൾ പറയുന്നത് നെറ്റ് സീറോ കാർബൺ എമിഷൻ. എത്രത്തോളം കാർബൺ എമിറ്റ് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും, ഇൻടേക്കും ചെയ്യും. ഓക്കെ. അങ്ങനെ സുസ്ഥിര വികസനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യും, 2047 ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറും. രണ്ടാമത്തെ പോയിന്റ്, ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപം. നമ്മുടെ രാജ്യത്തിൻ്റെ എന്ത് ചെയ്യുന്നു, ഇൻഫ്രാസ്ട്രക്ചർ വളരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുകയാണ്, നിക്ഷേപങ്ങൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ വരുന്നു. ഓക്കെ. അതിലൂടെ എന്ത് ചെയ്യാം, രാജ്യം വികസിക്കാം എന്നുള്ളതാണ്. ഇവിടെ എന്തുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ് വളരെ കൂടുതലാണ്. അങ്ങനെ ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ് വളരെ കൂടുതലായി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ ബോംബെയിൽ ഉണ്ടാക്കിയൊരു സാധനം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ് ഒരു 17% എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 20% എന്ന് വിചാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയുടെ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ എക്സ്ട്രാ ഒരു 20 രൂപ നമുക്ക് എന്തിനു വേണ്ടി ചിലവാകുന്നു, ഈ ഒരു സാധനം മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ് വരുന്നു. ഈ ഒരു ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇൻഫ്രാസ്ട്രക്ചർ വളരണം. ശരിയാണ്, നല്ല റോഡുകൾ വരണം, റെയില്, ഗതാഗതം, ഇതൊക്കെ എന്ത് ചെയ്യണം, ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് വികസിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് കാണിക്കുന്നത് നമുക്ക് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടിയിട്ടുള്ള മൂലധന ചെലവിലുള്ള വർധനവ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്തുള്ള വർധനവ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 2018 നിന്ന് 25 വന്നപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, കൂടുതൽ പൈസ വകയിരുത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ്. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ മൂലധന ചെലവെന്ന് ചോദിക്കുകയാണെങ്കിൽ
ഇതുപോലെയുള്ള അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് നമ്മൾ പൈസ വകയിരുത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മൂലധന ചെലവെന്ന് വിളിക്കുക. അതായത് ശരിക്കും ഒരു രാജ്യത്തിന് നല്ലതാണ് മൂലധന ചെലവ് കൂടുന്നത്. കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട്, ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പൈസ വകയിരുത്തുകയാണെങ്കിൽ അതുവഴി കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടും. ശരിയാണ്, അവരുടെ കയ്യിൽ പൈസ വരും. പുതിയ രാജ്യത്തിൻ്റെ എക്കോണമി എന്ത് ചെയ്യും? മൂവ് ചെയ്ത് തുടങ്ങും. നമ്മളിപ്പോൾ കോവിഡ് പാൻഡമിക് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തു അല്ലേ? ഇന്ത്യയിൽ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടൊരു നെഗറ്റീവ് GDP ഗ്രോത്തിലേക്ക് ഇന്ത്യ പോയി. ആ ഒരു നെഗറ്റീവ് GDP ഗ്രോത്തിലേക്ക് ഇന്ത്യ പോയതിന് ശേഷം നമ്മൾ എങ്ങനെ റിക്കവർ ചെയ്യും ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞു V ഷേപ്ഡ് റിക്കവറി ആയിരിക്കും, അല്ലെങ്കിൽ W ഷേപ്ഡ് റിക്കവറി ആയിരിക്കും, K ഷേപ്ഡ് റിക്കവറി ആയിരിക്കും എന്നൊക്കെ പല സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ഇന്ത്യ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? തിരിച്ച് നമ്മൾ നല്ലൊരു രീതിയിൽ ഒരു പോസിറ്റീവ് GDP ഗ്രോത്തിലേക്ക് എന്ത് ചെയ്തു? ഇന്ത്യ എത്തി. ശരിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്തൊരു കാര്യം, കോവിഡ് പാൻഡമിക് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിലാണ്. അതുവഴി എന്തായാലും കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടുകയും പുതിയ എക്കോണമി മൂവായി തുടങ്ങുകയും ചെയ്തു. എന്ന് പറയുമ്പോഴത്തേക്ക് മൂലധന ചെലവിലുള്ള വർധനവ് എന്ത് ചെയ്തു? കൂടി. 2, വിദേശ നിക്ഷേപം എന്ന് പറയുന്നത് 2005-2014 അപേക്ഷിച്ച് 2014-23 ഇരട്ടിയായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യാം? ഡിഗ്രി ലെവലിലുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. വിദേശ നിക്ഷേപം ഇരട്ടിയായി, മൂലധന ചെലവെന്ന് പറയുന്നത് വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ത് ചെയ്യാം? ഓർത്തിരിക്കാം. പിന്നെ അടുത്തൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനമാണ്. സമഗ്ര വികസനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്തു എന്നാണ്? ഈ ഒരു അമൃതകാലിലേക്ക് നമുക്ക് എത്താം എന്നുള്ളതാണ്. അടുത്ത പോയിന്റ്, അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ്. കൃഷിക്കും ഭക്ഷ്യ സംസ്കരണത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് നമ്മൾ എത്തും എന്നാണ് നമ്മുടെ സ്ട്രാറ്റജികൾ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ നോക്കിയത് 2024-25 ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും നമുക്ക് പരീക്ഷകൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമുക്ക് എന്ത് ചെയ്യും? രണ്ടാമത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിഗ്രി ലെവലിന് കൂടുതൽ വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോവാം. ചോദ്യങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഒന്നാമത്തെ ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇവിടെ ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആര് എന്നുള്ളൊരു സിമ്പിൾ ചോദ്യമാണ് അല്ലേ? നമുക്കറിയാം ആരാണ്? ആ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. 2024-25 ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. പിന്നെ ഇത് 2022-23 ഒരു ചോദ്യമായിരുന്നു. 2022-23 ബഡ്ജറ്റിൽ റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക്സ്, ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 എഞ്ചിനുകളായി നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ടുള്ള പരിവർത്തന സമീപനം എന്താണ് എന്നാണ് ചോദിച്ചത്. നമ്മൾ 2022-23 4 കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുത്തത്. അതിനകത്ത് ഒരെണ്ണമായിരുന്നു PM ഗതിശക്തി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ മന്ത്രാലയങ്ങളെയും കൂടി ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ പദ്ധതികൾ വളരെ കുറഞ്ഞ ചെലവിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് PM ഗതിശക്തി. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റോഡ് നിർമ്മിക്കുന്നു അല്ലേ? റോഡ് നിർമ്മിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, റോഡ് നിർമ്മിച്ച് കഴിയുമ്പോൾ വാട്ടർ അതോറിറ്റിക്കാർ കൊണ്ടുവന്ന് കുഴിയെടുക്കും. ശരിയാണ്. അപ്പം അങ്ങനെ സംഭവിക്കാതെ ഏത് മന്ത്രാലയം ഒരു കാര്യം ആദ്യം ചെയ്തു കഴിഞ്ഞാൽ കോസ്റ്റ് എവിടെ കുറയ്ക്കാം, അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഓരോ പദ്ധതികൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നൊരു സ്കീമാണ് PM ഗതിശക്തി. ഓക്കെ, അത് കൊണ്ടുവന്നത് 2022-23 പിന്നീട് 2023-24 സപ്തർഷികൾ വരുന്നത്. ഓക്കെ, 7 മുൻഗണനാ മേഖലകൾ വന്നു. 2024-25 നമ്മൾ എന്ത് ചെയ്തു? പിന്നീട് ഇവിടെ പറഞ്ഞത് 4 ഫോക്കസ് ഏരിയകളാണ് 2024-25 പറഞ്ഞത്. അപ്പോൾ ഇവിടെ 22-23 ആൻസർ എന്ന് പറയുന്നത് PM ഗതിശക്തിയാണ്. പിന്നെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഒന്നാമത്തെ പറയുന്നത് ആർട്ടിക്കിൾ 112 ബഡ്ജറ്റ് എന്ന വാക്കിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. ഓക്കെ, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഫിനാൻസ് മിനിസ്റ്ററാണ്. 3 ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് PC മഹൽനോബിസ് ആണ്. ഇവിടെ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാറുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കും. വായിച്ചിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ നോക്കും.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് ശരിയാണോ തെറ്റാണോ നോക്കും. എന്നിട്ട് നമ്മളൊരു അസംഷനിലെത്തും, ഇതാണ് ആൻസർ. പിന്നീട് നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മളെത്തിയ ഈ അസംഷൻ ഇവിടെ ഉണ്ടാവില്ല. ശരിയാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താനും വേണ്ടിയിട്ട് എലിമിനേറ്റ് ചെയ്യുക. നമ്മോട് ശരിയാണ് ചോദിക്കുന്നതെങ്കിൽ എവിടുന്നെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം എലിമിനേറ്റ് ചെയ്യുക. എക്സാമ്പിളായിട്ട് നമ്മൾ വായിച്ചു, ആർട്ടിക്കിൾ 112 ബഡ്ജറ്റ് എന്ന വാക്കിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. ശരിയാണോ? അല്ല, ആർട്ടിക്കിൾ 112 ബഡ്ജറ്റ് എന്ന വാക്കിനെ പറ്റി എങ്ങും പറയുന്നില്ല. ശരിയാണ്. നമുക്ക് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് 112 പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നേരെ താഴെ പോവാം. ഒന്നുള്ളത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഡയറക്റ്റ് നമ്മൾ ആൻസറിലേക്ക് എത്തി. 2ഉം 3ഉം ശരിയാണ്. ഇവൻ 2, 3 നമുക്ക് വായിക്കുക പോലും വേണ്ടി വന്നില്ല. 2, 3ഉം ശരിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താം. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ നിങ്ങളിവിടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ചോദ്യം ഇതാണ്, 2024-25 ബഡ്ജറ്റിലെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഇവിടെ ഉള്ളത് യുവശാക്തീകരണം, PM ഗതിശക്തി, നാരീശക്തി, അന്നദാത. അപ്പോൾ ഇതിന്റെ ആൻസർ എല്ലാവരും എന്ത് ചെയ്യുക, ഇവിടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.